55 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും വിഷുവിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തിലെ ആദ്യഘട്ട പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നിവ കൂടാതെ സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ എത്തിച്ചേരുകയാണ്. ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിത തുകയായ 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിവ ഉള്ള 8 ലക്ഷത്തിലധികം പേർക്ക് ആ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചതിനാൽ കേന്ദ്രത്തിൻ്റെ PFMS സംവിധാനം വഴിയും അത് എത്തിച്ചേരുന്നതാണ്. ഇതിനായി 24 കോടിയോളം രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനും മറ്റ് സർക്കാർ ചിലവുകൾക്കുമായി 2000 കോടി രൂപ ഇന്നലെ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലുള്ള ഇ-കുബേർ പോർട്ടൽ വഴി നടക്കുകയും ആ ഫണ്ട് എത്തിച്ചേർന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ സജീവമായത്. 26 ലക്ഷത്തിലധികം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ വീടുകളിൽ പെൻഷൻ തുക സഹകരണ ബാങ്ക് ജീവനക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കും. എന്നാൽ വിഷുവിന് മുമ്പായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും പ്രധാനമായും തുക ലഭിക്കുന്നത്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള തുകയും ലിസ്റ്റും സഹകരണ ബാങ്കുകളിൽ എത്തി വിതരണം സജീവമാവുക വെള്ളിയാഴ്ചയോടെ ആയിരിക്കും. സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച, തിങ്കളാഴ്ച വിഷു എന്നിങ്ങനെ അവധി ദിനങ്ങൾ ഉള്ളതിനാൽ വെള്ളിയാഴ്ച പെൻഷൻ ലഭിക്കാത്തവർക്ക് തുടർന്ന് വിഷുവിന് ശേഷം ചൊവ്വ, ബുധൻ തീയതികളിലായിരിക്കും പെൻഷൻ എത്തുക. അത് കഴിഞ്ഞ് പെസഹ, വ്യാഴം, ദുഃഖവെള്ളി തുടങ്ങിയ അവധി ദിനങ്ങൾ വരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തുന്നവർക്ക് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ മുതൽ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരം. തുക ക്രെഡിറ്റ് ആയാൽ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. വിഷുവിന് മുമ്പായി എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുവാൻ 820 കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നുവെങ്കിലും തിങ്കൾ, ചൊവ്വ ദിനങ്ങളിൽ വിതരണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ മുഴുവൻ പേർക്കും പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിക്കുക വിഷുവിന് ശേഷമുള്ള ദിനങ്ങളിൽ കൂടി പെൻഷൻ നൽകിയതിനു ശേഷമായിരിക്കും എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.